സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് ശ്രീ ജോർജ് ജോസഫ് കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോകും എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ നടക്കുന്ന തർക്കമുണ്ടല്ലോ, അൻവർ സാദത്ത് മുകേഷ്, താങ്കളുടെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനാണല്ലോ, ആരുടെ ഇടപെടലാണ് പ്രാഥമികമായ പ്രാധാന്യത്തോടെ പോലീസ് പരിഗണിക്കേണ്ടത്? അത് മുകേഷിൻ്റെ തന്നെയാണ്. കാരണം ഈ പൾസർ സുനിയെ കൃത്യമായി അവൻ്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മുകേഷിന് അറിയാം. ഇനി ഇതിനകത്ത് ഞാൻ മാധ്യമത്തിൽ കൂടുതൽ മനസ്സിലാക്കിയാണ്, ഈ സംഭവത്തിന് തലേ ദിവസവും പിറ്റേ ദിവസവും ഒരു 19 പ്രാവശ്യം ദിലീപുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു കോൺസ്പിറസി അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയ്ക്ക് തൊട്ടും മുമ്പും ബിംബുമുള്ള ശേഷം ഈ ആക്ഷനും ടോക്കിനും ഒക്കെ വളരെ പ്രാധാന്യമുണ്ട്, വിളിക്കും പ്രാധാന്യമുണ്ട്. ഒരു രണ്ടുപേരും കൂടെ 1-2 പ്രാവശ്യം വിളിച്ചാൽ കുഴപ്പമില്ല. 19 പ്രാവശ്യം ഒരു ഈ സംഭവത്തിന് തൊട്ട് മുമ്പും എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യണം. അതുപോലെ അൻവർ സാദത്തിനെ ചോദ്യം ചെയ്യട്ടെ, അതും ചെയ്യട്ടെ. ഈ കേസ് പി.ടി. തോമസിനെ ചോദ്യം ചെയ്യണ്ടേ, അത് ചെയ്യണം. ലാലു വരാൻ കിടക്കുന്നു. ഇനി എത്ര പേരെ ഈ ദിലീപിൻ്റെ ബ്രദർ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നു. കാരണം ഞാനൊരു കാര്യം പറയുന്നുണ്ട്, ഒരു കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 3 അറ്റംപ്റ്റ് ഇതിനകത്തുണ്ട്. 3 അറ്റംപ്റ്റിന് 5-6 പേരുണ്ട്. ഒരു 50,000 രൂപയും കൊടുക്കാതെ ഇയാളുടെ പൾസറിൻ്റെ കൂടെ ഇരിക്കുന്ന നല്ല ഗുണ്ടകളാണ്. അതിൽ ഒരു ദിവസം 50,000 കൊടുത്തെങ്കിലേ ഉള്ളൂ. 3 ഫെയിലിയർ, 3 അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ ഒരു 10-12 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. ഇതിനെ മുടക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ആ കൊട്ടേഷന് മണി വന്നു പോയിട്ടുണ്ട്. അത് ഈ അനൂപ് അതിനകത്ത് വന്നിട്ടുണ്ട്. പോലീസ് നോക്കണം. അത് ഇവിടെ കിടന്ന് പ്രസംഗിച്ചാൽ ഒക്കില്ല. അദ്ദേഹം മിണ്ടാതിരിക്കണം. അദ്ദേഹത്തിൻ്റെ സഹോദരനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് പ്രാധാന്യമുണ്ട്. പോലീസ് അത് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് പ്രസംഗിക്കുന്നത് ഞാനിതുവരെ കേട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ഇന്ന് അനൂപ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദിലീപ് വളരെ ആത്മവിശ്വാസത്തോടെ കാണപ്പെടുന്നല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ, നിങ്ങൾ ഈ വിവരങ്ങളെല്ലാം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, കോടതിയിൽ വെച്ച് ഒരു അല്പനേരം കാണാൻ കഴിഞ്ഞു, സംസാരിക്കാൻ കഴിഞ്ഞു. ആ സമയത്ത് അദ്ദേഹത്തോട് പറയാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുവെന്ന്. അപ്പോൾ അതുകൊണ്ടാകാം ഒരുപക്ഷേ. അല്ല, നമ്മൾ എപ്പോഴും നോക്കുന്നത്, ഞാൻ ദിലീപിനെ കണ്ടിട്ട് പോലുമില്ല, നമ്മൾ എവിഡൻസ് ആണോ നോക്കുന്നത്. പോലീസ് ഇതുവരെ കളക്ട് ചെയ്ത് എഴുതിച്ച് ഇത്ര ധൈര്യസമേതം പോലീസ് ഇത് അറസ്റ്റ് ചെയ്തു, അതിന് ഗവൺമെൻറ് സപ്പോർട്ട് കൊടുത്തു. എത്ര വലിയ ആളായിക്കോട്ടെ, ഒരു ക്രിമിനൽ കുറ്റത്തിനകത്ത് ചെറിയ ഇൻവോൾവ്മെൻ്റ് ചെയ്യണം. ഇത് ഇനി ഈ കേസ് അദ്ദേഹത്തിൻ്റെ മിടുക്കൊണ്ടും സാമ്പത്തികം കൊണ്ടും സ്വാധീനം കൊണ്ടും വിട്ടുപോയാലും എന്നെ പോലെ ഒരാൾ ക്രിമിനലായിട്ട് തന്നെ മാത്രമേ ദിലീപിനെ കാണുള്ളൂ. ശരി, അഡ്വക്കേറ്റ് രാജകുമാർ, ഇത് അനന്തമായി നീണ്ടുപോകുമോ? കാരണം ഇനി ഒരുപാട് തലങ്ങളിലേക്ക് ഇതിൻ്റെ അന്വേഷണം പോകാനുണ്ട്, ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് പോകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നിഗമനത്തിൽ അനന്തമായി ഇങ്ങനെ നേടിക്കൊണ്ട് പോകില്ല. ഒരു കാര്യം കൂടി, മാഡമില്ല എന്നും കൂടെ പറയുകയുണ്ടായി, അതിനെ നാം വിശ്വസിക്കണോ? അതൊന്നും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം നിങ്ങൾ ഈ കേസിൽ പോലീസ് എടുത്ത സ്ട്രാറ്റജി എന്താണ്? കൗണ്ടർ കോൺഫിഡൻസ്. അതായത് പ്രതിക്ക് ചില കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് നീക്കങ്ങൾ നടത്താൻ അനുവദിച്ചു. ആ അനുവദിച്ചതിൻ്റെ ഇടയിൽ കിട്ടിയ തെളിവുകളെല്ലാം ബാഗിലാക്കി. ഈ ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇത് വളരെ നിസ്സാരമാണ്, ഇതിൽ തെളിവില്ല എന്ന് പരക്കെ വിളിച്ചു പറയുന്നവർക്ക് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് CRPC അറിഞ്ഞുകൂടാത്ത മനുഷ്യനല്ല രഞ്ജിത്ത് മാരാർ. അദ്ദേഹം സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മിനിമം വിദ്യാഭ്യാസ യോഗ്യത ആരും പറയുന്നത് അല്ല, അതല്ല ഞാൻ പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഇവരെ സഹായിക്കാൻ ആരെങ്കിലും ഇറങ്ങണമെങ്കിൽ ഒരു കൗണ്ടർ വേവ് ഉണ്ടാക്കണം. ഈ കൗണ്ടർ വേവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് തെളിവില്ല, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളാണ് ഇപ്പോൾ പോലീസ് കൊണ്ടുവന്നിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം പറഞ്ഞാൽ മലയാളി ഓട്ടിച്ചിട്ട് തല്ലും. അങ്ങനെയുള്ള ഒരു സാധനത്തെക്കുറിച്ച് പഴയ ഗീബൽസിൻ്റെ തന്ത്രം, ആ തന്ത്രമാണ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു തെളിവുമില്ല. തൂക്കിക്കൊന്ന പ്രതികളുടെ വക്കീൽ പലപ്പോഴും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.